മലപ്പുറം ചാലിയാറിലെ ആനക്കുളത്ത് പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ ജീവിതം തള്ളി നീക്കുകയാണ് 80-കാരി നബീസ. 2018 പ്രളയത്തിലും ചെട്ടിയാൻപാറ ഉരുൾപൊട്ടലിലും തകർന്ന വീട് അധികൃതർ തിരിഞ്ഞു നോക്കാതായിട്ട് കാലങ്ങളായി. താൽക്കാലിക ആശ്വാസം എന്നോണമാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഇടപെടൽ. സമൂഹ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്ന ജീവിതകഥയാണ് ചാലിയാർ പഞ്ചായത്തിലെ നബീസയുടേത്. 2018 പ്രളയത്തിലും ചെട്ടിയൻപാറ ഉരുൾപൊട്ടലിലും തകർന്ന വീട്ടിൽ ഹൃദ്രോഗിയായ നബീസയും മകൾ സുബൈദയും നരകജീവിതമാണ് നയിക്കുന്നത്. മകൾ സുബൈദ കൂലിപ്പണിക്ക് പോകുമ്പോൾ വൈകുന്നേരം വരെ നബീസ വീട്ടിൽ തനിച്ചാണ്. വർഷക്കാലമെത്തുമ്പോൾ നബീസയ്ക്കും മകൾക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ്. മാതൃദിനത്തിന്റെ ഭാഗമായി അകമ്പാടം വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ VK മുഹസിന്റെ നേതൃത്വത്തിൽ വനപാലകർ നബീസയുടെ വീട് സന്ദർശിച്ചു. അധികൃതർ ഇടപെടും വരെ താമസിക്കാൻ കഴിയുന്ന രീതിയിൽ തകർന്ന വീട് താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തി നൽകാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. വനപാലകരുടെ ശമ്പളത്തിൽ നിന്നുള്ള വിഹിതവും മറ്റ് സഹായവും ചേർത്താണ് പ്രവർത്തനം നടത്തുന്നത്. ഇങ്ങനെ ഒരു വീടുണ്ട്, പ്രായമായ സ്ത്രീയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ പാമ്പും മറ്റുള്ള ജീവികളൊക്കെ കയറുന്ന ഒരു വീടാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അത് പരിശോധിച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പരിശോധിച്ചത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്ത് കൊടുക്കേണ്ടത് അർഹതപ്പെട്ട കുടുംബം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ട ഫണ്ട് ഞങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് അകമ്പാടം സ്റ്റേഷൻ്റെ കീഴിൽ കണ്ടെത്തിയിട്ട് അത് ചെയ്യാമെന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട്. പ്രളയത്തിന് ശേഷം അധികൃതർ പുനരധിവാസം ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും കഴിഞ്ഞ 8 വർഷമായി നബീസയുടെ കുടുംബത്തിന് അർഹമായ ആനുകൂല്യം ലഭിച്ചിട്ടില്ല. മകൾ സുബൈദയുടെ പേരിലുള്ള വീടായതിനാൽ സർക്കാർ സഹായം ലഭിക്കാതെ പോയെന്നാണ് കുടുംബം പറയുന്നത്. സുരക്ഷിതമായൊരു വീടിനായുള്ള നബീസയുടെ കാത്തിരിപ്പിന് മറുപടി പറയേണ്ടത് അധികൃതരാണ്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.